ഹലോ, ഇന്ന് നമുക്ക് ക്യാറ്റ് ഇയർ ഹെയർ ടൈ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലിറ്റർ ഷീറ്റാണ്. ഗ്ലിറ്റർ ഉള്ളതും ഇല്ലാത്തതും എടുക്കുക, അതുപോലെ ഇഷ്ടമുള്ള കളറും ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്കിൽ ഞാനിതുപോലൊരു പാറ്റേൺ എടുത്തിട്ടുണ്ട്. ഈ പാറ്റേൺ ഇതേപോലെ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്, പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഞാൻ നോട്ട്ബുക്കിൻ്റെ ചട്ടം ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്കിൽ വെച്ച് കൊടുക്കുക, വരച്ചു കൊടുക്കുക, കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ വലിപ്പം കൂട്ടും കുറക്കൊക്കെ ചെയ്യാം നമ്മുടെ കുട്ടികളുടെ ഇതിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവട്ടെ, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ക്യാറ്റ് ഇയർ, ഹെഡ് ബാൻഡ്, ഹെയർ ടൈ, റബ്ബർ ബാൻഡ് സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളെ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് റബ്ബർ ബാൻഡാണ് വേണ്ടത്. അപ്പോൾ അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം, ഏത് റബ്ബർ ബാൻഡ് സെലക്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ എടുക്കുന്നത്. അതും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് എടുക്കാം, ബ്ലാക്ക് ആകുമ്പോൾ എല്ലാ സംഭവത്തിലേക്കും മാച്ച് ആവും. അപ്പോൾ ഞാൻ ഈ ഒരു കളർ എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഈ കളർ തന്നെ എടുക്കുകയാണ്, ബ്രൗൺ കളർ. എന്നിട്ട് ആ ഒരു റബ്ബർ ബാൻഡ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണത്. എല്ലാ ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. അത്രയും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, എന്നാൽ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളതുമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഒരു എന്താ പറയുക, നല്ല ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ഈ കെട്ടി കൊടുക്കുന്ന ഭാഗമാണ് കേട്ടോ. ഈ ഭാഗത്ത് നമ്മൾ നല്ല സാവധാനം നല്ലൊരു പെർഫെക്ഷനാക്കി എടുക്കണം. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചു കെട്ടിയാൽ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടുമല്ലോ. സാവധാനം ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ പഴയ ക്ലോത്ത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോം ഷീറ്റല്ല, ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു ക്യാറ്റ് ഇയർ റബ്ബർ ബാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ എൻ സ്ക്രീനായിട്ട് എങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. പിന്നെ ഈ അതിൻ്റെ താഴെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ സെൻറ്റർ കെട്ടി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഫോൾഡിങ് കിട്ടും. പക്ഷെ ഒന്നുകൂടെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഒന്നുകൂടെ ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഇയറിൻ്റെ, അതായത് ക്യാറ്റ് ഇയറിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. എങ്ങനെയുണ്ട് ഇതിപ്പോൾ ആരെങ്കിലും പറയാം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത്, നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ച് അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുക, കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.